പക്ഷേ ഞാൻ അവളുടെ അമ്മാവനായി പോയില്ലേ. കൂടെ നിൽക്കാതെ പറ്റുമോ? സേതു സാർ എന്നോട് ക്ഷമിക്കണം. അന്ന് താനും വിനയേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ തനിക്കും വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. ഞാൻ അതിൽ എന്തെങ്കിലും തെറ്റുകാരനാണോ? ഈ കാര്യം തന്നെ ഞാൻ അവന്തിയോടും പറഞ്ഞതാണ്. പക്ഷേ എന്റെ അളിയൻ വിനയേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു കത്ത്, അതാ പ്രശ്നം. ആ കത്തിൽ നിങ്ങളാണ് അളിയന്റെ മരണത്തിന് കാരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവളുടെ കയ്യിലുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളിപ്പോ. മുന്നോട്ട് പോകണമെങ്കിൽ അനിരുദ്ധിന്റെ സഹായം എനിക്ക് വേണം. അവന്തികയുമായി ഒരു സെറ്റിൽമെന്റ് താൻ സംസാരിക്കണം. അത് സംസാരിച്ച് സെറ്റിൽ ചെയ്താൽ അതിന്റെ ഗുണം തനിക്കും ഉണ്ടാവുമെന്ന് കൂട്ടിക്കോളൂ. എനിക്കെങ്ങനെ ഗുണം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ അവളോട് ഈ സെറ്റിൽമെന്റിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെയെങ്കിലും കേസ് പിൻവലിപ്പിച്ച് ഒരു സെറ്റിൽമെന്റിലൂടെ കാര്യങ്ങൾ തീർക്കാൻ നോക്കാം. പക്ഷേ അവൾ നല്ല കോമ്പൻസേഷൻ ചോദിക്കും കേട്ടോ. അവൾ എത്ര കോമ്പൻസേഷൻ വേണമെങ്കിലും ചോദിച്ചോട്ടെ. പകരം എന്റെ മോന്റെ ജീവിതം തിരിച്ചു തന്നാ മതി. എനിക്കും ഇത് തന്നെയാണ് അഭിപ്രായം. അല്ലെങ്കിലും നമ്മൾ എന്തിനാണ് പരസ്പരം വൈരാഗ്യം വെച്ചു നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. 2 ദിവസത്തിനകം ഞാൻ സാറിനെ കാര്യങ്ങൾ അറിയിക്കാം. എനിക്ക് തന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100% വിശ്വസിക്കാം. നമ്മളോടൊരു സഹായം ഒരാളെ ചോദിച്ചാൽ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. അതാ എന്റെ പോളിസി. എന്തായാലും സാറിന് എന്നോട് വിരോധമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ചത്. എനിക്ക് തന്നോട് ഒരു വിരോധവുമില്ല. കാര്യങ്ങൾ സെറ്റിൽമെന്റ് ചെയ്ത് ഒത്തുതീർപ്പായാൽ തന്റെ കാര്യം ഞാൻ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യും. എങ്കിൽ പിന്നെ ഇതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ താൻ ചെന്ന് അവളോട് സംസാരിക്കും. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. കാണാം, തീർച്ചയായിട്ടും കാണാം. അപ്പോ ശരി, എല്ലാം പറഞ്ഞതുപോലെ. സച്ചേട്ടാ ഒന്ന് വേഗം പോവും. ഇപ്പൊ തന്നെ ലേറ്റായി. നമ്മൾ ചെല്ലുമ്പോ ക്ഷേത്രം അടയ്ക്കാതിരുന്ന ഭാഗ്യം. താലിമലയുടെ അതൊക്കെ എന്റെ കയ്യിലുണ്ട്. സച്ചേട്ടന്റെ ജാതകത്തിലെ 2 കിട്ടണമെന്ന് വല്ല യോഗമുണ്ടോ? അല്ല, ഇങ്ങനെയാണെങ്കിലും 2ാമതൊരു തവണ കൂടി താലി കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായല്ലോ. യോഗം ഉണ്ടായിട്ട് എന്ത് കാര്യം? 2ാം തവണയും ഒരാളെ തന്നെ കെട്ടണ്ടേ? അത് മഹാബോറൻ പരിപാടിയല്ലേ? അയ്യടാ, അപ്പൊ 2ാമതൊരാളെ കെട്ടിയെ കൊള്ളാന്ന് ആഗ്രഹമുണ്ടല്ലേ? എടോ നോക്കല്ലേ, കൈ പിച്ച് പറിച്ചു കളഞ്ഞു. വഷളത്തരം പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നേരെ നോക്കി വണ്ടി ഓടിക്കും. 2ാം കെട്ടിന് പുതിയ ആളെ നോക്കി നടക്കുക. ഹലോ ഹലോ സച്ചി, താനിതെവിടെ? സച്ചേട്ടാ, എന്തിനാ വേണ്ട നിർത്തുന്നേ? സമയം ഒരുപാടായി. അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്തണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചിട്ട് വരാം. സച്ചേട്ടാ.
സച്ചേട്ടാ. ആ ഹലോ ഡോക്ടറെ, ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാ. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാ. ആ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ. ആ ഡോക്ടറെ, എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ എത്താം. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, എന്താ ഡോക്ടർ? സച്ചേട്ടാ, സമയം പോകുന്നു. സച്ചേട്ടാ. ആ ഒരു മിനിറ്റ്. നിങ്ങളൊന്ന് വേഗം വരൂ. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ ഡോക്ടർ. ആ ഡോക്ടറായിട്ട് എന്തായിരുന്നു ഇത്രയും സംസാരിക്കാൻ? അത് പിന്നെ പേഷ്യന്റിന്റെ ഓരോരോ കാര്യങ്ങളെ. അതിന് കാറിന്റെ പുറത്തു പോയി സംസാരിക്കുന്ന എന്തിനാ? ഞാൻ കേട്ട എന്തെങ്കിലും കുഴപ്പമുള്ള കോളാണോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് കുറച്ച് റേഞ്ച് കുറവാണ്ടല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. തന്റെ ഒരു കാര്യം. ശരി, പെട്ടെന്ന് വണ്ടി എടുക്ക്. ആ